ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ തെഹൽക്ക സ്ഥാപകൻ തരുൺ തേജ്പാലിന് 10 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ചാണ് തരുൺ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, വളരെ നിർണായകമായിട്ടുള്ള, നമ്മുടെ രാജ്യത്ത് ഏറെക്കാലം ചർച്ചയായിട്ടുള്ളൊരു ആരോപണവും അതിന് പിന്നാലെ കേസുമൊക്കെ ആയതാണ്. ഇപ്പോൾ വിധി വന്നിരിക്കുന്നു, ശിക്ഷ വിധിച്ചിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ. പ്രജിത്ത്, സഹപ്രവർത്തക നൽകിയ പീഡനക്കേസിലാണ് തെഹൽക്കയുടെ മുൻ പത്രാധിപർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് കോടതി വിധിക്കുകയും അദ്ദേഹത്തിന് 10 വർഷത്തെ കഠിന തടവ് കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയും ആണ്. ഗോവ സർക്കാർ സമർപ്പിച്ച അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ചിൽ നിന്ന് ഇത്തരമൊരു വിധി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സെഷൻസ് കോടതി തേജ്പാലിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. ഈ വിധിക്കെതിരെയാണ് ഗോവ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. 13 വർഷം നീണ്ട നിയമ പോരാട്ടത്തിലാണ് ഈ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്നുള്ള വിധി പ്രസ്താവം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിധിയോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും തങ്ങളത് ഈ കോടതി മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തിരുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ തരുൺ തേജ്പാലിന് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ഈ ശിക്ഷ വിധിച്ചുകൊണ്ടാണ് 10 വർഷത്തെ കഠിന തടവ്. ഈ രാജ്യത്ത് ഒരു കാലത്ത് വലിയ മാധ്യമപ്രവർത്തന മേഖലയിൽ തന്നെ ഏറെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു. തെഹൽക്ക മാഗസിൻ്റെ എഡിറ്ററായിരുന്ന തരുൺ തേജ്പാൽ. അങ്ങനെയുള്ള തരുൺ തേജ്പാലാണ് ഗോവയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ലിഫ്റ്റിൽ വെച്ച് സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന പരാതി ഉയർന്നത്. എന്നാൽ ഇതിനെതിരെ ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തരുൺ തേജ്പാൽ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ആരോപണങ്ങളൊക്കെ തന്നെ ഈ വ്യാജമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള ആ ഒരു പദവിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഗോവയിൽ അധികാരത്തിലിരുന്ന BJP സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും ഈ കോടതിയുടെ വിധിയിൽ പറയുന്ന ചില കാര്യങ്ങൾ 2 ആഴ്ചയാണ് കീഴടങ്ങുന്നതിനായിട്ട് തരുൺ തേജ്പാലിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിലെ 376 2 ക്ലോസ് Fൽ പ്രകാരവും ഒപ്പം തന്നെ 354A 354B എന്നീ വകുപ്പുകൾ പ്രകാരമാണ് തരുൺ തേജ്പാലിന് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ, ആദർശാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.